ഹലോ കൂട്ടുകാരെ, അങ്ങനെ പെരുമ്പടപ്പ് പള്ളിയിലെ പെരുന്നാളിൻ്റെ ദിവസമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരുന്നാളിന് വൈകുന്നേരം പ്രദക്ഷിണത്തിനോടെ കൂടി ഞങ്ങൾ വന്നതാണ്. പ്രദക്ഷിണം കയറി നല്ലോണം സൂപ്പറായിട്ട് തന്നെ അലങ്കരിച്ചിരിക്കണേ കേട്ടോ, ലൈറ്റുകളാലും എല്ലാം. അപ്പോൾ ബാൻഡ് മേളവും പരിചമുട്ടുകളി അങ്ങനെ എല്ലാം ഉണ്ടാവും. ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ. 4:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണത്തിനൊക്കെ പോയായിരുന്നു. അങ്ങനെ റോഡുകളും ഒക്കെ ചുറ്റി. അപ്പോൾ ഓരോ റോഡും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണീശോനെ. എല്ലാവർക്കും നല്ലോണം പ്രാർത്ഥിക്കുന്നുള്ള എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഉണ്ണീശോയാണ് ഞങ്ങൾ. അപ്പം മാതാവും ഔസേപ്പിതാവ് അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഓരോ രൂപവും കൊണ്ടുവരുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ കടലാസ് കൊണ്ടുള്ള അലങ്കാരങ്ങൾ എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഔസേപ്പിതാവിനെ ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊല്ലശ്ശേരി ജീജൻ ആണ് പ്രസിഡൻ്റായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരുന്നു അങ്ങേര് ആള്. അപ്പോൾ അത് കാരണം അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് രാവിലെ പോയി കുർബാനയൊക്കെ കൂടി. അവിടുന്ന് പിന്നെ ഞങ്ങൾ 12 മണിയായി തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ പോയത്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രദക്ഷിണത്തിന് അവിടുന്ന് ഞാനും പപ്പയും സിയയും അല്ലുമായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളാക്കി. അപ്പോൾ ട്രിപ്പ് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെയൊക്കെ കൊടികളും ഓരോ പള്ളിയുടെയൊക്കെ കൊടികളും എല്ലാം കൊണ്ടുവന്നു. കടക്കാരും കളിപ്പാട്ടം വയ്ക്കുന്നതും ബാൻഡ് സെറ്റ് എല്ലാവരും എല്ലാ പ്രാവശ്യവും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. എല്ലാ പ്രാവശ്യവും ഓരോരോ രൂപത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം കുതിരപ്പുറത്തായിരുന്നു ഉണ്ണീശോനെ രൂപം ചുറ്റിക്കൊണ്ടുവന്നത്. ഇപ്രാവശ്യം എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും തന്നെ നല്ല തിരക്കായി. അവിടെ ഒന്നും നിൽക്കാൻ കൂടി സ്ഥലമില്ല. ഞങ്ങൾ കസേരയൊക്കെ ഇട്ടിരുന്നതാണ്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള സ്ഥലം കൂടി ഇല്ലാത്ത ഒരവസ്ഥയായി. അപ്പോൾ അവിടെ വിളിച്ച് പറയുന്നുണ്ട്, അവിടെ തിക്കും തിരക്കും ഉള്ളത് കൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിളും ആൻറ്റിയും അവരുടെ പേരക്കിടാങ്ങൾ അന്നമോള് ഹെയിലു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇരുന്നത്. എല്ലാ പ്രാവശ്യവും ഞങ്ങളുണ്ടാവും. പിന്നെ ബിന്ദു ചേച്ചി ഉണ്ടാവും, ബിൻസി ചേച്ചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ പെരുന്നാൾ കൂടാറുള്ളത്. അപ്പോൾ അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയില്ല. പ്രാവശ്യം അരയന്നത്തിൻ്റെ പുറത്താണ് ഉണ്ണീശോനെ കൊണ്ടുവന്നത് കേട്ടോ. എല്ലാവർക്കും തന്നെ നല്ലൊരു വിശ്വാസമുള്ള ഒരു ഉണ്ണീശോയാണ്. കാരണം എല്ലാവരും, അതായത് നാനാജാതി മതസ്ഥർ ഉണ്ണീശോനെ വന്ന് പ്രാർത്ഥിക്കുകയും രൂപമുത്തിയ മാലയിടുക, അങ്ങനെ മോതിരം നേർച്ചയിടും, ആഭരണങ്ങൾ നേർച്ചയിടും, പിന്നെ അതുപോലെ കിരീടം കൊടുക്കും. അങ്ങനെ എല്ലാ നേർച്ചകളും തന്നെ ഉണ്ണീശോയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു അരയന്നത്തിലാണ് ഈശോനെ കൊണ്ടുവന്നത്.